ഇന്ന് പൈ അപ്രോക്സിമേഷൻ ഡേ അല്ലെങ്കിൽ കാഷ്വൽ പൈ ഡേ ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, കുറച്ച് മാസം മുമ്പേ മാർച്ചിൽ നമ്മളൊരു പൈ ഡേ ആചരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അത് വേറെ ഇത് വേറെ. അന്ന് നമ്മൾ ആചരിച്ചത് പൈ ഡേ ആണെങ്കിൽ ഇന്ന് പൈ അപ്രോക്സിമേഷൻ ഡേ അല്ലെങ്കിൽ കാഷ്വൽ പൈ ഡേ. അപ്പൊ എന്താണ് ഈ 2 ദിവസങ്ങൾ എന്ന് വിചാരിക്കുന്നുണ്ടോ? ഇവിടെ നമുക്ക് പൈ എന്ന് പറയുന്ന വാല്യൂ നമ്മൾ എല്ലാവരും ചെറുപ്പം മുതലേ 2 വാല്യൂസ് പഠിക്കുന്നുണ്ട്. പൈ ഒന്നുകിൽ 3.14 അല്ലെങ്കിൽ 22/7 അല്ലേ? ഇതിലെ 2 വാല്യൂസിനെയും റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് 2 ഡേയ്സ് വന്നിരിക്കുന്നത്. ഇതിലെ ആദ്യത്തെ വാല്യൂ ആയ 3.14ലെ 3 മന്ത് ആയിട്ടും 14 അഥവാ 14 ഡേ ആയിട്ടും കൺസിഡർ ചെയ്താണ് മാർച്ച് 14 നമ്മൾ പൈ ഡേ ആയി ആചരിക്കുന്നത്. ഇനി 22/7ലെ 22 ഡേ ആയും 7 മന്ത് ആയും വെച്ചുകൊണ്ടാണ് നമ്മൾ ജൂലൈ 22 ഈ ഒരു പൈ അപ്രോക്സിമേഷൻ ഡേ അല്ലെങ്കിൽ കാഷ്വൽ പൈ ഡേ ആയി ആചരിക്കുന്നത്. ഇനി എന്താണ് ഈ പൈ എന്ന് പറയുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന 3.14, 22/7 എന്ന വാല്യൂസ് ഒഴിവാക്കി കഴിഞ്ഞാൽ പൈ എന്ന് പറയുന്നതിന് ഒരു ഡെഫിനിഷൻ ഉണ്ട്. പൈ എന്ന് പറയുന്നത് ചെറുതോ വലുതോ ആയ ഏതൊരു സർക്കിൾ എടുത്താലും അതിന്റെ സർക്കംഫറൻസ് അഥവാ ചുറ്റളവിനെ അതിന്റെ ഡയമീറ്റർ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഒരു മാത്തമാറ്റിക്കൽ കോൺസ്റ്റന്റ് ആണ്. ഈ പൈയെ കുറിച്ച് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് നമുക്ക് നോക്കിയാലോ? നമ്മൾ പൊതുവായി ഉപയോഗിക്കുന്ന ഈ പൈയുടെ വാല്യൂസ് ആയ 3.14ഉം 22/7ഉം ഇതല്ല ആക്ച്വൽ പൈയുടെ വാല്യൂസ്. അതായത് ഇതൊരു അപ്രോക്സിമേറ്റ് വാല്യൂസ് മാത്രമാണ്. ശരിക്കും പൈ a/b ഫോമിൽ എഴുതാൻ സാധിക്കാത്ത നോൺ ടെർമിനേറ്റിംഗ് ആയ നോൺ റിക്കറിംഗ് ആയിട്ടുള്ള ഒരു ഇറാഷണൽ നമ്പർ ആണ്. നമ്മളൊരു പേപ്പറിലൊക്കെ ചെറിയ സർക്കിൾസ് ഒക്കെ വരയ്ക്കുകയാണെങ്കിൽ ഈ 3.14 എന്ന് പറയുന്ന വാല്യൂ ഉപയോഗിച്ച് തന്നെ നമുക്ക് അതിന്റെ സർക്കംഫറൻസ് അക്യുറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ സർക്കിൾസിന്റെ വലിപ്പം വലുതായി തുടങ്ങിയാൽ, ഫോർ എക്സാമ്പിൾ ഒരു 10 മീറ്റർ ഡയമീറ്റർ വരുന്ന ഒരു സർക്കിൾ ആണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ അവിടെ 3.14 പൈയുടെ വാല്യൂ എടുത്ത് നമ്മൾ സർക്കംഫറൻസ് കാൽക്കുലേറ്റ് ചെയ്താൽ ഒരു 1.5 സെന്റിമീറ്ററിന്റെ എറർ അവിടെ സംഭവിക്കുന്നതാണ്. ഇനി വീണ്ടും നമ്മൾ ഈ സർക്കിൾ വലുതാക്കാന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ 100 മീറ്റർ ഡയമീറ്റർ വരുന്ന ഒരു സർക്കിൾ ആണ് വരയ്ക്കുന്നതെങ്കിൽ, അതായത് ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം ഒന്ന് മനസ്സിലാലോചിച്ചേ. ഈ റൗണ്ട് ആയിട്ടുള്ള സർക്കുലർ ഷേപ്പിലുള്ള ഒരു 100 മീറ്റർ ഡയമീറ്റർ വരുന്ന ഒരു സർക്കുലർ ആയിട്ടുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ ചുറ്റിലും നമുക്ക് അതിന്റെ സർക്കംഫറൻസിൽ ഒരു റോപ്പ് കൊണ്ട് നമുക്ക് കെട്ടണമെങ്കിൽ ആ റോപ്പിന്റെ വലിപ്പം നമ്മൾ ഈ പൈയുടെ വാല്യൂ 3.14 വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ അവിടെ 15 സെന്റിമീറ്റർ വലിപ്പം കുറവ് നമുക്ക് ആ കയറിൽ സംഭവിക്കും. അവിടെ നമുക്ക് അക്യുറേറ്റ് ആയിട്ട് വാല്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ പൈയുടെ വാല്യൂ 3.14ന് പകരം 3.14159 എന്ന് അപ്രോക്സിമേറ്റ് വാല്യൂ എടുക്കണം. അപ്പോൾ നമുക്ക് അവിടെ ഏകദേശം കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടുന്നതാണ്. ഇനി ഇതേപോലെയുള്ള നമ്മുടെ ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന പല കേസസിലും നമുക്ക് 3.14159 എന്ന് പറയുന്ന പൈയുടെ അപ്രോക്സിമേറ്റ് വാല്യൂ യൂസ് ചെയ്തിട്ട് ഈ ഒരു കാൽക്കുലേഷൻസ് എല്ലാം ചെയ്യാവുന്നതാണ്. എന്നാൽ വീണ്ടും നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഭൂമിയുടെ സർക്കംഫറൻസ് അഥവാ ചുറ്റളവ് കണ്ടുപിടിക്കാനാണെങ്കിൽ അവിടെ പൈയുടെ വാല്യൂ 3.14 ആണ് എടുക്കുന്നതെങ്കിൽ 10 കിലോമീറ്ററും 3.14159 ആണ് എടുക്കുന്നതെങ്കിൽ 16 മീറ്റർ എററും സംഭവിക്കുന്നതാണ്. ഇവിടെ നമുക്ക് അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 14 ഡെസിമൽ പ്ലേസസ് എങ്കിലും പൈക്ക് ഉണ്ടായിരിക്കണം. പൈയുടെ മോസ്റ്റ് അക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കാൻ, അതായത് ഏറ്റവും കൂടുതൽ ഡെസിമൽ പ്ലേസസ് കണ്ടുപിടിക്കാൻ ഒരുപാട് ശാസ്ത്രജ്ഞർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് പൈ എന്ന് പറയുന്നത് ഒരു നിസ്സാര വാല്യൂ ആണ് അല്ലേ? ഒരു സർക്കിളിന്റെ ഏതെങ്കിലും ഒരു സർക്കിളിന്റെ സർക്കംഫറൻസിനെ ഡയമീറ്റർ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഈ നിസ്സാരമായ ഒരു സംഖ്യ കണ്ടുപിടിക്കാൻ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത്? അതത്ര സിമ്പിൾ അല്ല. കാരണം നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ സർക്കംഫറൻസും ഡയമീറ്ററും ഉണ്ടെങ്കിൽ പൈയുടെ വാല്യൂ കിട്ടും. അതിന് നിങ്ങൾ സർക്കംഫറൻസ് 100 മീറ്റർ വരുന്ന ഒരു നൂലെടുത്തു, അല്ലെങ്കിൽ 100 മീറ്ററോ 100 കിലോമീറ്ററോ വാട്ടവർ, അത് വെച്ചിട്ട് ഒരു നൂലെടുത്തിട്ട് നിങ്ങൾ ഒരു സർക്കിൾ ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കാം. ആ സർക്കിളിന്റെ ഡയമീറ്റർ നിങ്ങൾ മെഷർ ചെയ്താൽ കിട്ടുന്നത് ഒരു റാഷണൽ നമ്പർ ആയിരിക്കും. ഇനി നേരെ തിരിച്ച് ഡയമീറ്റർ നിങ്ങൾ ഹോൾ ആയിട്ടുള്ള ഒരു വാല്യൂ, ഒരു 10 മീറ്ററോ ഒരു വാല്യൂ എടുത്തിട്ട് അതിന്റെ സർക്കംഫറൻസ് നിങ്ങൾ മെഷർ ചെയ്യുകയാണെങ്കിൽ, സർക്കംഫറൻസ് മെഷർ ചെയ്യുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, എന്നാലും നിങ്ങൾ ഒരു നൂലൊക്കെ വെച്ച് മെഷർ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടുന്നത് അക്യുറേറ്റ് വാല്യൂ കിട്ടില്ല. അവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു റാഷണൽ നമ്പർ അല്ലെങ്കിൽ അക്യുറേറ്റ് വാല്യൂ അവിടെ നിങ്ങൾക്ക് കിട്ടില്ല. അതായത് എയ്തർ ഈ പെരിമീറ്റർ എന്ന് പറയുന്നത് ഒരു റാഷണൽ ആയിരിക്കും, അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് പറയുന്നത് ഒരു ഇറാഷണൽ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഈ പൈ ഒരിക്കലും a/b ഫോമിൽ എഴുതാൻ സാധിക്കില്ല. ഒരു സംഖ്യയെ പൂർണ്ണമായും വേറൊരു സംഖ്യ കൊണ്ട് ഹരിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല.
ഇനി നമുക്ക് ആരാണ് ആദ്യമായി പൈയുടെ വാല്യൂ കണ്ടുപിടിച്ചതെന്ന് നോക്കാം. BC 250 കാലഘട്ടത്തിൽ ആർക്കിമിഡീസ് ആണ് ഇത് ആദ്യമായിട്ടൊന്ന് ഏകദേശ വാല്യൂ സയന്റിഫിക് ആയിട്ട് കണ്ടെത്തുന്നത്. അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഒരു സർക്കിൾ, അതായത് 1 മീറ്റർ ഡയമീറ്റർ വരുന്ന ഒരു സർക്കിൾ വരച്ചു. 1 മീറ്റർ ഡയമീറ്റർ ആണെങ്കിൽ പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ സർക്കംഫറൻസ് ആണ് അല്ലെ, സർക്കിളിന്റെ സർക്കംഫറൻസ് പൈ ആണ്. അപ്പൊ ഈ പൈ കണ്ടുപിടിക്കാൻ ഈ സർക്കിളിന്റെ ഉള്ളിലും പുറം ഭാഗത്തുമായിട്ട് 2 ഹെക്സഗൺസ് വരച്ചു. 6 സൈഡ് വരുന്ന 2 പോളിഗൺസ് വരച്ചു. അപ്പൊ നമുക്കറിയാം ഈ പെരിമീറ്റർ, ഇതിന്റെ സർക്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് ഉള്ളിലുള്ള ഹെക്സഗണേക്കാളും വലുതും പുറത്തുള്ള ഹെക്സഗണേക്കാളും അതിന്റെ പെരിമീറ്ററിനേക്കാളും ചെറുതുമായിരിക്കണം. അപ്പൊ ഈ 2 ഹെക്സഗണിന്റെയും പെരിമീറ്റർ അദ്ദേഹം കണ്ടുപിടിച്ചു. അപ്പോഴാണ് മനസ്സിലായത് ഈ പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 3നേക്കാൾ വലുതും 3.4641 ചെറുതുമാണെന്നുള്ളത്. ആക്ച്വലി ഇതിനു മുൻപേ ഒരുപാട് ആളുകൾ, അല്ലെങ്കിൽ ഇതിനു മുന്നേ കോമൺ ആയിട്ട് എല്ലാ ആളുകൾക്കും അറിയുന്നതാണ് സർക്കിളിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് ഡയമീറ്റർ കൊണ്ട് 3 തവണ പൂർണ്ണമായും ഹരിക്കാൻ സാധിക്കും. ആ 3 കഴിഞ്ഞിട്ടുള്ള ഡെസിമൽ വാല്യൂസ് ആണ് എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിട്ടുള്ളത്. അപ്പം 3നും 4നും ഇടക്കാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പൊ ആർക്കിമിഡീസ് ഈ ഒരു പ്രിൻസിപ്പളിലൂടെ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിലൂടെ എങ്ങനെ കണ്ടുപിടിച്ചു? 3ക്കും 3.4641 ഇടക്കാണ് ഇതിന്റെ വാല്യൂ എന്ന് കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് കണ്ടുപിടിച്ചു. അദ്ദേഹം അവിടെ നിർത്തിയില്ല, വീണ്ടും ഈ പോളിഗണിന്റെ സൈഡ്സിന്റെ എണ്ണം വർദ്ധിപ്പിച്ച് വാല്യൂസ് കൂടുതൽ കണ്ടുപിടിച്ച് അറ്റ് ലാസ്റ്റ് 96 സൈഡ്സ് വരുന്ന പോളിഗൺസ് യൂസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 3.1408നും 3.1428നും ഇടയ്ക്കുള്ള വാല്യൂ ആണെന്ന്. അത് കുറച്ചും കൂടെ അക്യുറേറ്റ് ആയിരുന്നു. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ആ 3.14 എന്ന് പറയുന്ന വാല്യൂയിലോട്ട് എത്താൻ ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നീട് AD 500 ആര്യഭട്ടയാണ് ഇത് കണ്ടുപിടിക്കുന്നത്, അതായത് കുറച്ചും കൂടെ അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ കണ്ടുപിടിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് 3.1416 ആണ് ഈ ഒരു പൈയുടെ വാല്യൂ എന്നാണ്. അതിപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഈ 3.14159ന് ക്ലോസസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ആയിരുന്നു. പൈക്ക് ഒരു മലയാളി ബന്ധം കൂടെയുണ്ട്. അതായത് പൈക്ക് ഇഷ്ടം പുട്ടും കടലയും ആ ബന്ധമല്ല കേട്ടോ. പൈക്ക് ഒരു മലയാളിയാണ് ആദ്യമായിട്ട് 10 ഡെസിമൽ പ്ലേസസ് വരെ അക്യുറേറ്റ് വാല്യൂ കണ്ടുപിടിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേരാണ് സംക്രമഗ്രാമ മാധവൻ. AD 1600 കാലഘട്ടത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ തൃശ്ശൂരിനടുത്തായി ജീവിച്ചിരുന്ന സംക്രമഗ്രാമ മാധവൻ എന്നറിയപ്പെട്ടിരുന്ന മാധവൻ നമ്പൂതിരിയാണ് ഇദ്ദേഹം. ഇദ്ദേഹമാണ് കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് ആസ്ട്രോണമിയുടെ ഫൗണ്ടർ ആയിട്ട് അറിയപ്പെടുന്നത്. ഒരു ഇൻഫൈനൈറ്റ് സീരീസ് ഉപയോഗിച്ചിട്ടാണ് ഇദ്ദേഹം ഈ ഒരു വാല്യൂ പൈക്ക് കണ്ടുപിടിക്കുന്നത്. ആ സീരീസ് ഇതാണ്: π/4 = 1 - 1/3 + 1/5 - 1/7 + 1/9 - 1/11 എക്സെട്ര എന്ന് പറയുന്നത്. ഈ സീരീസ് അറിയപ്പെടുന്നത് മാധവ ലൈബ്നീസ് സീരീസ് എന്നാണ്. അതിൽ ലൈബ്നീസ് എന്ന് പറയുന്ന ഒരു ജർമ്മൻകാരനാണ്. 1670 കാലഘട്ടത്തിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇതേ സീരീസ് ഉപയോഗിച്ചിട്ട് പൈയുടെ വാല്യൂ അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സീരീസ് മാധവ ലൈബ്നീസ് സീരീസ് എന്ന് അറിയപ്പെടുന്നത്. ഇതേ കാലഘട്ടത്തിൽ, അതായത് ഈ 1600 AD കാലഘട്ടത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നമ്മുടെ ആർക്കിമിഡീസിന്റെ തത്വം, അതായത് ആ ഒരു പോളിഗൺസ് യൂസ് ചെയ്ത് തന്നെയായിരുന്നു ഈ പൈയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നുണ്ടായിരുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ലുഡോൾഫ് വാൻസിലിൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ ട്രില്യൺ ഫേസസ് ഉള്ള പോളിഗൺ യൂസ് ചെയ്തിട്ട് 32 ഡെസിമൽ വാല്യൂസ് വരെ പൈക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഇതിന് 25 വർഷങ്ങളാണ് എടുത്തത് ഈ വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി. അദ്ദേഹത്തിന്റെ ടോംബിൽ ഇപ്പോഴും ഇത്രയും വാല്യൂസ്, ആ ഒരു 32 വാല്യൂസ് എന്ത് ചെയ്തിട്ടുണ്ട്, കൊത്തി വെച്ചിട്ടുണ്ട് ഇതിന്റെ ഓർമ്മക്കായിട്ട്. എന്നാൽ ഈ ഒരു 25 വർഷം കൊണ്ട് കണ്ടുപിടിച്ച 32 ഡെസിമൽ പ്ലേസസ് പിന്നീട് സർ ഐസക് ന്യൂട്ടന് അദ്ദേഹത്തിന്റെ ഈ ഒരു ഇൻഫിനിറ്റ് സീരീസും അതേപോലെ തന്നെ കാൽക്കുലസും യൂസ് ചെയ്തുകൊണ്ട് ദിവസങ്ങൾ കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് കാൽക്കുലസിന് ശേഷം കാൽക്കുലേറ്റേഴ്സ് വന്നു, അതേപോലെ തന്നെ കമ്പ്യൂട്ടേഴ്സ് വന്നു, സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് വന്നു. അങ്ങനെ ഒരുപാട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, കൂടുതൽ അക്യുറേറ്റ് ആയിട്ടുള്ള പൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഈയിടെ കണ്ടുപിടിച്ചിട്ടുള്ള, അതായത് 300 ട്രില്യൺ ആയിട്ട് വരുന്ന അത്രയും ഡെസിമൽ പ്ലേസസ് ആണ് ഇപ്പൊ നമുക്ക് വേൾഡ് റെക്കോർഡ് ആയിട്ടുള്ളത്. അത് വീണ്ടും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയും ഡെസിമൽ പ്ലേസസ് കണ്ടുപിടിച്ചിട്ടുള്ളത് കിലോക്സിയ ആൻഡ് ലിനസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഡെസിമൽ പ്ലേസസിന്റെ ആവശ്യമൊന്നും എവിടെയും വരുന്നില്ല. അതായത് നമുക്കൊരു 40 ഡെസിമൽ പ്ലേസസ് ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം, അതായത് നമ്മുടെ ഈ ഒരു യൂണിവേഴ്സിലുള്ള എല്ലാ മെഷർമെന്റ്സും കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. എന്നാൽ എന്തിനാണ് ഇതിങ്ങനെ വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ കമ്പ്യൂട്ടേഴ്സിന്റെ ഒക്കെ സ്പീഡും അതിന്റെ അക്യുറസിയും കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടും അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇതെല്ലാം കണ്ടുപിടിക്കുന്നത്. ഇനി ഇത്രയും കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കുന്ന പൈയുടെ യൂസസ് എന്താണെന്നും കൂടെ നോക്കിയാലോ. നമ്മുടെ ഫുട്ബോളും അതേപോലെ ബാസ്കറ്റ് ബോൾ തുടങ്ങിയവയുടെ മെഷർമെന്റ്സ് അക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാനും ഒരു പ്രിന്ററിന്റെ ഉള്ളിൽ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പേപ്പർ റോളിന്റെ വലിപ്പം കണ്ടുപിടിക്കാൻ തുടങ്ങി സർക്കുലർ പ്ലാനറ്ററി ഓർബിറ്റിന്റെ നീളം കണ്ടുപിടിക്കാൻ വരെ പൈയുടെ ഹെൽപ്പ് ആവശ്യമാണ്.
പൈ ഒരു സംഭവം തന്നെയാണ് അല്ലേ? ഈ പൈയുടെ വാല്യൂ യൂസ് ചെയ്തിട്ട് നമ്മുടെ എർത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിച്ച ഒരു ശാസ്ത്രജ്ഞനുണ്ട്. അതാരാണെന്ന് അറിയാമെങ്കിൽ കമന്റ് ചെയ്യാമോ?